ദുബായിൽ വാണിജ്യ ഡെലിവറി സേവനങ്ങൾക്കായി ഉപയോഗിക്കുന്ന മോട്ടോർ സൈക്കിളുകൾക്കും ബൈക്കുകൾക്കും മുൻവശത്തും നമ്പർ പ്ലേറ്റുകൾ നിർബന്ധമാക്കുന്നു. ഈ മാസം അവസാനത്തോടെ പുതിയ നിയമം നടപ്പിലാക്കും. ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടേതാണ് തീരുമാനം. ദുബായിൽ മോട്ടോർ സൈക്കിളുകൾക്ക് പിൻവശത്ത് മാത്രമാണ് ഇപ്പോൾ നമ്പർ പ്ലേറ്റ് ഉള്ളത്. ഇതിൽ മാറ്റം വരുത്തിക്കൊണ്ട് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ സുപ്രധാന പ്രഖ്യാപനം വന്നു. മോട്ടോർ സൈക്കിളുകൾക്കും ബൈക്കുകൾക്കും മുൻവശത്തും നമ്പർ പ്ലേറ്റുകൾ നിർബന്ധമാക്കും. സ്വർണ്ണ നിറത്തിലുള്ള പ്ലേറ്റിൽ കറുപ്പ് നിറത്തിലുള്ള അക്ഷരങ്ങളാണ് പുതിയ നമ്പർ പ്ലേറ്റിൽ ഉപയോഗിക്കുക. 9 എന്ന അക്കവും നമ്പർ പ്ലേറ്റിൽ ഉണ്ടാകും. ഡെലിവറി വാഹനങ്ങളെ വേഗത്തിൽ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് നമ്പർ പ്ലേറ്റിലെ പരിഷ്കരണം. ഈ മാസം അവസാനത്തോടെ നിയമം പ്രാബല്യത്തിൽ വരുമെങ്കിലും വാഹനങ്ങളുടെ ലൈസൻസ് പുതുക്കുന്നതിനനുസരിച്ച് ഘട്ടം ഘട്ടമായിട്ടായിരിക്കും നമ്പർ പ്ലേറ്റുകൾ ഘടിപ്പിക്കുക. കഴിഞ്ഞ കാലങ്ങളിൽ ഡെലിവറി വാഹനങ്ങളിൽ ഉണ്ടായ വർധനവാണ് തീരുമാനത്തിന് പിന്നിൽ. റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും ഡെലിവറി പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഗതാഗത അച്ചടക്കം ശക്തിപ്പെടുത്തുന്നതിനും പുതിയ നിയമം സഹായിക്കുമെന്നാണ് ദുബായ് RTA വിലയിരുത്തുന്നത്. ഗുരുതര ലഹരി കുറ്റകൃത്യങ്ങൾക്ക് കുവൈത്തിൽ ഇനി കടുത്ത ശിക്ഷ. വധശിക്ഷയും ജീവപര്യന്തം തടവും ഉൾപ്പെടെയുള്ള ശിക്ഷാ വ്യവസ്ഥ ചെയ്യുന്ന പുതിയ ലഹരി മരുന്ന് നിയമം പ്രാബല്യത്തിൽ വന്നു. ലഹരി നിർമ്മിക്കുക, കൃഷി ചെയ്യുക, ഇറക്കുമതി ചെയ്യുക, മറ്റ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുക തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് വധശിക്ഷയോ ജീവപര്യന്തം തടവോ ലഭിക്കും. കുറ്റകൃത്യങ്ങളുടെ ഗൗരവമനുസരിച്ച് 1 ലക്ഷം മുതൽ 20 ലക്ഷം വരെ കുവൈത്തി ദിനാർ പിഴയും ചുമത്തും. പ്രായപൂർത്തിയാകാത്ത ലഹരി ഇടപാടുകളെ ചൂഷണം ചെയ്യുക, സ്കൂളുകൾ, പുനരധിവാസ കേന്ദ്രങ്ങൾ, പോലീസ് സ്റ്റേഷനുകൾ, ആരാധനാലയങ്ങൾ എന്നിവിടങ്ങളിൽ ലഹരി ഉപയോഗിക്കുക, മറ്റുള്ളവരെ ലഹരി ഉപയോഗിക്കാൻ നിർബന്ധിക്കുക തുടങ്ങിയവ കടുത്ത കുറ്റങ്ങളായി കണക്കാക്കും. കുറ്റകൃത്യങ്ങൾക്കായി പൊതുപദവിയോ സ്വാധീനമോ ദുരുപയോഗം ചെയ്യുന്നവർക്കും കടുത്ത ശിക്ഷ നേരിടേണ്ടി വരും. ലഹരി കടിമപ്പെട്ടവർക്ക് നിയമപരമായ നടപടികൾക്ക് മുൻപ് സ്വമേധയാ ചികിത്സ തേടാൻ അവസരവുമുണ്ട്. ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വ്യാപാരവും പൂർണ്ണമായി ഒഴിവാക്കുക, രാജ്യത്തെ ലഹരി മുക്തമാക്കുക എന്നിവയാണ് പുതിയ നിയമത്തിലൂടെ കുവൈത്ത് ലക്ഷ്യമിടുന്നത്. പുതുവത്സരാഘോഷങ്ങൾ കളറാക്കാനൊരുങ്ങി ദുബായ് ഗ്ലോബൽ വില്ലേജ്. വെടിക്കെട്ടും ഡ്രോൺ ഷോകളും ഉൾപ്പെടെയുള്ള വ്യത്യസ്തമാർന്ന പരിപാടികളാണ് ഇത്തവണ ഒരുക്കുന്നത്. വിവിധ രാജ്യങ്ങളുടെ പുതുവത്സരാഘോഷങ്ങൾക്കും ഗ്ലോബൽ വില്ലേജ് വേദിയാകും. ഒറ്റ രാത്രിയിൽ അരങ്ങേറുന്നത് 7 രാജ്യങ്ങളുടെ ആഘോഷ പരിപാടികളാണ്. ഓരോ രാജ്യത്തിന്റെയും വ്യത്യസ്തമാർന്ന വെടിക്കെട്ടുകളും ഡ്രോൺ ഷോകളും ഉണ്ടാകും. പുതുവർഷാഘോഷം കളറാക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഗ്ലോബൽ വില്ലേജിൽ തകൃതിയായി നടക്കുകയാണ്. രാത്രി 8 മണിക്ക് ചൈനയുടെ വെടിക്കെട്ടോടുകൂടിയാകും ഇതിന് തുടക്കം കുറിക്കുക. പിന്നാലെ തായ്ലൻഡ്, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളുടെ മിന്നുന്ന പ്രകടനവും കാണാനാകും. UAE സമയം രാത്രി 10:30 ഇന്ത്യയുടെ പുതുവത്സരാഘോഷം. തുടർന്ന് പാകിസ്ഥാന്റെ ആഘോഷമുണ്ടാകും. അർദ്ധരാത്രിയിലാണ് ദുബായിയുടെ ഡ്രോണുകൾ ആകാശത്ത് ദൃശ്യവിസ്മയം തീർക്കുന്നത്. പുലർച്ചെ 1 മണിക്ക് തുർക്കിയും പുതുവർഷത്തെ വരവേൽക്കും. 90-ലധികം സംസ്കാരങ്ങളെ പ്രതിനിധീകരിക്കുന്ന 30 പവലിയനുകളാണ് ഇവിടെ സജ്ജീകരിക്കുന്നത്. 3500-ലധികം ഷോപ്പിംഗ് ഔട്ട്ലെറ്റുകളും ഉണ്ടാകും. പ്രധാന വേദിയിൽ തത്സമയ DJ പ്രകടനം ആസ്വദിക്കാനും അവസരമുണ്ടാകും. NTV UAE to the world.